അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം സൂറത്തുൽ മുൽക്ക് രണ്ടാമത്തെ സൂക്തം ഭാഗം 2. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലദീ ഖലഖ സൃഷ്ടിച്ചവനാണവൻ, അൽ മൗത മരണത്തെയും അൽ ഹയാത്ത ജീവിതത്തെയും, ലിയബ്ലുവ പരീക്ഷിക്കാൻ വേണ്ടിക്കും നിങ്ങളെ, അയ്യുക്കും നിങ്ങളിൽ ആരാണ്, അഹ്സനു ഏറ്റവും നല്ലവൻ, അമല പ്രവൃത്തിയിൽ, വഹുവ അവൻ അൽ അസീസ് അജയ്യനാണ്, അൽ ഗഫൂർ ഏറ്റവും പൊറുക്കുന്നവനുമാണ്. മരണത്തെയും ജീവിതത്തെയും അള്ളാഹു സൃഷ്ടിച്ചത് ലിയബ്ലുവക്കും നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. ആ പരീക്ഷണം അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് അറിയാനുള്ള പരീക്ഷണമാണ്. അക്സറു അമല, ഏറ്റവും കൂടുതൽ ആരാണ് പ്രവർത്തിക്കുന്നത് എന്നല്ല ഇവിടെ അള്ളാഹു പറഞ്ഞത്. അഹ്സനു അമല, ഏറ്റവും നന്നായി ആരാണ് പ്രവർത്തിക്കുന്നത്. ഇതാണ് വിശ്വാസിക്കുള്ള വലിയ പരീക്ഷണം. വിശുദ്ധ ഖുർആനിൽ 4 ഇടങ്ങളിൽ ഈ പരീക്ഷണത്തെക്കുറിച്ച പരാമർശം വന്നിട്ടുണ്ട്. സൂറത്ത് ഹൂദിലെ 7-ാമത്തെ സൂക്തത്തിൽ ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. സൂറത്തുൽ കഹ്ഫിലെ 7-ാമത്തെ സൂക്തത്തിൽ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല, അവരിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്നറിയാനാണ്. സൂറത്തുൽ കഹ്ഫിലെ 30-ാമത്തെ സൂക്തത്തിൽ ഇന്നാ ലാ നുളിഉ അജ്റ മൻ അഹ്സന അമല, ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവരുടെ പ്രതിഫലം നാം ഒരിക്കലും പാഴാക്കുകയില്ല എന്നും വന്നിട്ടുണ്ട്. ആ 3 ഭാഗങ്ങൾക്ക് പുറമെ ഇവിടെയും അങ്ങനെ 4 ഇടങ്ങളിൽ ഇസ്ലാം വളരെ ഗൗരവത്തിൽ പഠിപ്പിക്കുന്ന കാര്യമാണ് ഒരുപാട് കർമ്മങ്ങളെക്കാൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഏറ്റവും നന്നായി ചെയ്യുക എന്നത്. അങ്ങനെ നന്നായി ചെയ്യുമ്പോഴേ അതിന് ഫലമുണ്ടാകൂ. ഒരു കഥ പറയാറുണ്ട്. ഒരു രാജാവ് തൻ്റെ 3 മക്കൾക്കും ഓരോ തോട്ടം നൽകി. 1 വർഷത്തിന് ശേഷം ഞാൻ ഈ തോട്ടം സന്ദർശിക്കാൻ വരും. ഏറ്റവും നന്നായ തോട്ടം ആരുടേതാണോ ആ മകന് രാജ്യം നൽകും. ഒന്നാമൻ വിചാരിച്ചത് തോട്ടം ഒരുപാട് വലുതാക്കിയാൽ മതി എന്നാണ്. കുറേ പലതരം ചെടികളും വെച്ച് പിടിപ്പിച്ച് തോട്ടം നിറച്ചു. രണ്ടാമൻ പിന്നെ ആവാം എന്ന് കരുതി അങ്ങനെ സമയം ചെലവഴിച്ചു. മൂന്നാമൻ ചെറിയൊരു ഭാഗം കൃഷി ചെയ്തു. പക്ഷേ ഏറ്റവും നല്ല വിത്തുകൾ പാകി വളരെ മനോഹരമായി പരിചരിച്ചു. നല്ല വിളകൾ കിട്ടി. വർഷാവസാനം രാജാവ് വന്നപ്പോൾ മൂന്നാമൻ്റെ തോട്ടത്തിലെ സുഗന്ധമുള്ള പൂക്കളും മധുരമുള്ള പഴങ്ങളുമാണ് അദ്ദേഹത്തെ ആകർഷിച്ചത്. ആ മകനെയാണ് അദ്ദേഹം വിജയിയായി തിരഞ്ഞെടുത്തത്. അള്ളാഹു നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ക്വാണ്ടിറ്റിയല്ല, ക്വാളിറ്റിയാണ്. എണ്ണമല്ല, ഗുണമേന്മയാണ്. ഏറ്റവും നല്ല കർമ്മമാണ് ഓരോ വിശ്വാസിയിൽ നിന്നും ഉണ്ടാകേണ്ടത്. അതിന് 2 നിബന്ധനകളുണ്ട്. 1, അത് ആത്മാർത്ഥമായിരിക്കണം, ഇഖ്ലാസോടുകൂടി ചെയ്യണം. 2, അത് ഇസ്ലാം പഠിപ്പിച്ച രൂപത്തിൽ ആയിരിക്കണം. ഇത്തിബാ, പ്രവാചകനെ അതുപോലെ പിന്തുടരുന്ന രൂപത്തിലായിരിക്കണം. സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യരുത്, ഏറ്റവും ആത്മാർത്ഥമായി ചെയ്യുകയും വേണം. അങ്ങനെയാകുമ്പോൾ ആ കർമ്മങ്ങൾ അഹ്സനു അമല, ഏറ്റവും നന്നായി തീരുകയാണ് ചെയ്യുക. അങ്ങനെ കർമ്മം നന്നാക്കുന്നുണ്ടോ എന്ന പരീക്ഷണത്തിൽ വിജയിക്കാനാണ് ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. അള്ളാഹു അത്തരത്തിൽ നമ്മെ വിജയിപ്പിക്കുമാറാവട്ടെ.